നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റ് മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന് 14 വർഷം തടവ് ശിക്ഷ. മിനിസ്റ്റീരിയൽ കോടതി നടപടി പ്രതിരോധ മന്ത്രാലയ കേസുമായി ബന്ധപ്പെട്ട് 20 ദശലക്ഷം ദിനാർ പിഴയും ഒടുക്കണം. വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച സർക്കാർ. നടപടി കടുത്ത എതിർപ്പിനെ തുടർന്ന് ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സാധിക്കാത്ത സാഹചര്യമെന്നും പിണറായി വിജയൻ. നാവിക പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പ്. INS സൂററ്റ്, INS നീൽഗിരി, INS വാഗ്ഷീർ എന്നീ യുദ്ധക്കപ്പലുകൾ രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ലോകത്തെ പ്രധാന നാവിക ശക്തിയായി ഇന്ത്യ മാറുന്നുവെന്ന് നരേന്ദ്രമോദി. നടിക്കെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് താക്കീത്. ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് ഇറങ്ങാത്ത നടപടിയിലും കേസ് തീർപ്പാക്കി. ജാമ്യ ഉത്തരവ് കിട്ടാത്തതിനാലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകിയതെന്ന് ബോബി ചെമ്മണ്ണൂർ. നെയ്യാറ്റിൻകര സമാധി കേസിൽ കുടുംബത്തിന് തിരിച്ചടി. കല്ലറ പൊളിക്കണമെന്ന RDO ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദ്യം. അന്വേഷണം നിർത്തിവെക്കാനാകില്ലെന്നും കോടതി. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം. അയർലൻഡിനെ 304 റൺസിന് പരാജയപ്പെടുത്തി. സ്മൃതി മന്ദാനയ്ക്കും പ്രതീകയ്ക്കും റെക്കോർഡ് വേഗത്തിൽ സെഞ്ചുറി. കുവൈറ്റിലെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് 14 വർഷം തടവ് ശിക്ഷ. ഷെയ്ഖ് തലാൽ അൽ ഖാലിദിനാണ് 14 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. പ്രതിരോധ മന്ത്രാലയ കേസുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റീരിയൽ കോടതി 7 വർഷം തടവ് ശിക്ഷ വിധിക്കുകയും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. കേസിലുൾപ്പെട്ട ഒരു പ്രവാസിക്ക് 4 വർഷം തടവും ശിക്ഷ വിധിച്ചു. മറ്റൊരു വിധിന്യായത്തിൽ ആഭ്യന്തര മന്ത്രാലയ കേസുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന് 7 വർഷം കൂടി തടവും ഏകദേശം 20 ദശലക്ഷം കുവൈറ്റ് ദിനാർ പിഴയും വിധിച്ചു. അഴിമതി തടയുന്നതിനും ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ വിധി എടുത്തു കാണിക്കുന്നത്. 18 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ ഇന്നും മോചന ഉത്തരവില്ല. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി റിയാദ് ക്രിമിനൽ കോടതി മാറ്റിവെച്ചു. ഇന്ന് രാവിലെ 8-ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ ആരംഭിച്ച സിറ്റിംഗ് 1 മണിക്കൂറിലേറെ നീണ്ടു. ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും അഭിഭാഷക സംഘവും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കാഞ്ചേരിയും സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം കേൾക്കലും മറ്റുമായി നടപടികൾ നീണ്ടു. പിന്നീട് കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മാറ്റിവെച്ചതായി കോടതി അറിയിക്കുകയായിരുന്നു. 34 കോടിയിലേറെ ഇന്ത്യൻ രൂപ ദിയാദനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിലാണ് ഇനി മോചന ഉത്തരവ് ഉണ്ടാവേണ്ടത്. അതിന്റെ വാദമാണിപ്പോൾ നടക്കുന്നത്. കുവൈറ്റിൽ ശ്വാസകോശ രോഗങ്ങൾ നേരിടുന്നവർ ഇൻഫ്ലുവൻസ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഈ സീസണിൽ മുതിർന്നവരിൽ കാണപ്പെടുന്ന 58% ശ്വാസകോശ രോഗങ്ങളും ഇൻഫ്ലുവൻസ വൈറസ് മൂലമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഇപ്പോഴും ശീതകാലം തുടരുകയാണ്. രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഇനിയും സാധ്യമാണ്. ശൈത്യകാല രോഗങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധം നേടുവാനും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാനും ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം ആഹ്വാനം ചെയ്തു. രാജ്യത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുത്തിവയ്പ് സൗകര്യം ലഭ്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ ബോർഡ് അംഗമായി സൗദി യോഗ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മിഷായേൽ ബിൻത് ഫൈസലിനെ നിയമിച്ചു. സൗദി അറേബ്യയെ പ്രതിനിധീകരിക്കുന്ന ബോർഡ് അംഗമായാണ് നിയമനം. യോഗയ്ക്ക് സൗദി നൽകുന്ന പ്രാധാന്യവും പരിഗണനയും സ്വീകാര്യതയും മുൻനിർത്തിയുള്ളതാണ് ഈ അംഗീകാരം. ഇതോടൊപ്പം വനിതകളുടെയും കുട്ടികളുടെയും സുരക്ഷാ സമിതിയുടെ പ്രസിഡന്റായും മിഷായേൽ രാജകുമാരി സേവനമനുഷ്ഠിക്കും. യോഗയിലും വനിതാ കായിക ഇനങ്ങളിലും രാജകുമാരിയുടെ നേതൃത്വവും വൈദഗ്ധ്യവും പുതിയ സ്ഥാനലബ്ധിക്ക് മാനദണ്ഡമായി. ഷാർജയിലെ പ്രശസ്തമായ സ്വീറ്റ് ബാസ്ക്കറ്റ് ബേക്കറിയുടെ പുതിയ ബ്രാഞ്ച് ദുബായ് കരാമയിൽ തുറന്നു. വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി കുറഞ്ഞ കാലത്തിനുള്ളിൽ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഇഷ്ട ബ്രാൻഡായി മാറിയ ബേക്കറിയാണ് സ്വീറ്റ് ബാസ്ക്കറ്റ്.
ഷാർജയിൽ കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ ഉപഭോക്താക്കളുടെ ഇഷ്ടം നേടിയെടുത്ത ബേക്കറിയാണ് സ്വീറ്റ് ബാസ്ക്കറ്റ്. പഞ്ചാമൃതം, ശർക്കര കൊണ്ടുള്ള പലഹാരങ്ങൾ, നാടൻ പലഹാരങ്ങൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളാണ് സ്വീറ്റ് ബാസ്ക്കറ്റ് ഉപഭോക്താക്കൾക്കായി തയ്യാറാക്കുന്നത്. പ്രത്യേകം തെരഞ്ഞെടുത്ത ശുദ്ധമായ ചേരുവകൾ ഉപയോഗിച്ചാണ് സ്വീറ്റ് ബാസ്ക്കറ്റിലെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ദുബായ് കരാമയിൽ തുറന്ന പുതിയ ബ്രാഞ്ച് മോട്ടിവേഷണൽ സ്പീക്കർ അഭിഷാദ് ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. സ്വീറ്റ് ബാസ്ക്കറ്റ് പാർട്ണർമാരായ വഹാബ് അബൂബക്കർ, ദിത്യൻ ദിനചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിൽ വിജയിയായ ഷുഹൈബ് അസീസിന് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. അമൃത ന്യൂസ്, ദുബായ്. ആറ്റിങ്ങലും സമീപ പ്രദേശങ്ങളിലുമുള്ള UAE പ്രവാസികളുടെ കൂട്ടായ്മയായ ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ദുബായ് മുഷ്രിഫ് പാർക്കിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാകായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടായ്മയിലെ അംഗങ്ങൾ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ നോൺ റെസിഡൻസ് അസോസിയേഷൻ UAE വൈസ് പ്രസിഡന്റ് അനിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് അനിൽകുമാർ V, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി മുഹമ്മദ്, വേണു, അപ്പു ഷാജി, സുരേന്ദ്രൻ വക്കം എന്നിവർ പ്രസംഗിച്ചു. ജിദ്ദ തിരുവനന്തപുരം സ്വദേശി സംഗമം അഥവാ TSSന്റെ 20ാമത് വാർഷികം അനന്തോത്സവം 2025 എന്ന പേര് വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 17 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ സിനിമാ പിന്നണി ഗായകരായ അഞ്ജു ജോസഫ്, അക്ബർ ഖാൻ എന്നിവർ നയിക്കുന്ന പരിപാടികൾക്കൊപ്പം TSS അംഗങ്ങളും കുട്ടികളും ജിദ്ദയിലെ പ്രമുഖ കലാകാരന്മാരും അവതരിപ്പിക്കുന്ന വ്യത്യസ്ത കലാപരിപാടികളും ഉണ്ടായിരിക്കും. TSS പ്രസിഡന്റ് തരുൺ രത്നാകരൻ, മറ്റു ഭാരവാഹികളായ ജാഫർ ഷെരീഫ്, ഷാഹിൻ ഷാജഹാൻ, ഹാഷിം കല്ലമ്പലം, നാസർ കരമന, മൗഷ്മി ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളിലുള്ളവരെ ആദരിക്കലും പ്രതിഭാ പുരസ്കാരങ്ങളുടെ വിതരണവും പരിപാടിയിൽ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. UAEയിലെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രമുഖരായ ഫ്ലോറ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്നു. ഫ്ലോറ റിയൽറ്റിയുടെ പുതിയ റെസിഡൻഷ്യൽ പ്രോജക്ട് ദുബായ് ജുമൈറ ബീച്ച് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അവതരിപ്പിച്ചു. ദുബായ് ഐലൻഡിലാണ് ഫ്ലോറ ഐൽ എന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് സമുച്ചയം ഒരുങ്ങുന്നത്. 2.5 ബില്യൺ മുതൽ മുടക്കുള്ള നിർമ്മാണ പദ്ധതികളാണ് ഫ്ലോറ ഗ്രൂപ്പ് ദുബായിൽ പൂർത്തിയാക്കുന്നത്. 251 പ്രീമിയം ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെന്റുകളാകും 3 സമുച്ചയങ്ങളിലായി ഉണ്ടാവുക. 2028 ആദ്യപാദത്തിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ VA ഹസൻ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂറുദ്ദീൻ ബാബു, ഫിറോസ് കലാം, MA മുഹമ്മദ്, മുഹമ്മദ് റാഫി, അനുര മത്തായി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 51 യൂണിറ്റിനുള്ളത്, അത് 1, 2 and 3 കോൺഫിഗറേഷനിലുള്ളത്. എല്ലാം ഹൈ ക്വാളിറ്റി ലക്ഷറി സ്റ്റൈല്, ലക്ഷറി ലൈഫാണ്. അങ്ങനത്തെ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സിന് പിന്നെ അവിടെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ്, അമായത്തെ ബാക്കി എല്ലാ എമ്യൂണിറ്റീസും, യു നെയിം ഇറ്റ്, വി ഹാവ് ദാറ്റ്. ബഹിരാകാശ രംഗത്തെ UAEയുടെ അഭിമാന നേട്ടമായ MBS സാറ്റ് വിക്ഷേപണ വിജയത്തിന്റെ സ്മരണയ്ക്കായി പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ MBZ സാറ്റ് മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അധികൃതർ സ്വീകരിച്ചത്. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യത്തിന്റെ ചരിത്ര നേട്ടത്തെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് GDRFA ദുബായ് പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. UAEയുടെ അത്യാധുനിക എർത്ത് എമർജിംഗ് ഉപഗ്രഹമായ MBZ സാറ്റ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. പ്രതിഷേധം കടുത്തതോടെ വനനിയമ ഭേദഗതി ഉപേക്ഷിച്ച് സർക്കാർ. കർഷകർ ആശങ്കയുണ്ടാക്കുന്ന നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികളും കുടിയേറ്റ കർഷകരും സഭാ നേതൃത്വവും എതിർപ്പ് ശക്തമാക്കിയതോടെയാണ് നിർണായക തീരുമാനം മന്ത്രിസഭായോഗം കൈക്കൊണ്ടത്. വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ പ്രധാന തടസ്സം കേന്ദ്ര നിയമമാണെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. ഒക്ടോബറിൽ മന്ത്രിസഭായോഗം ചേർന്നാണ് വനനിയമ ഭേദഗതി കൊണ്ടുവന്നത്. എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിട്ട് പോലും പിന്മാറാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ തന്നെ സർക്കാർ തയ്യാറെടുത്തിരുന്നു. എന്നാൽ കുടിയേറ്റ കർഷകരും സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും അനുദിനം പ്രതിഷേധം ശക്തമാക്കുകയും പ്രതിപക്ഷ നേതാവ് ജാഥ നടത്താൻ തയ്യാറെടുക്കുകയും ചെയ്തതോടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് സർക്കാർ. കർഷകരുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ടില്ല എന്നും വനനിയമ ഭേദഗതി തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്.
വന്യജീവി ആക്രമണങ്ങളും മരണവും തുടർക്കഥയാകുമ്പോൾ അത് തടയാൻ സർക്കാരിനാകുന്നില്ല എന്നതിൽ പ്രതിഷേധം തുടരുമ്പോൾ അതിന് തടസ്സമാകുന്നത് കേന്ദ്ര നിയമങ്ങളാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങളെ തടയാൻ പോലും കഴിയാത്ത സർക്കാർ പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നുവെന്ന കടുത്ത വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ഭേദഗതിയുമായി മുന്നോട്ട് പോയാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് പിന്മാറാൻ സർക്കാർ ഒടുവിൽ തീരുമാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി. അൻവർ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അതിന് തന്റെ ഓഫീസിനെ ഉപയോഗിക്കേണ്ട എന്നും മുഖ്യമന്ത്രി. ധർമ്മടത്ത് മത്സരിക്കുമെന്ന അൻവറിന്റെ വെല്ലുവിളിക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. താൻ ധർമ്മടത്ത് മത്സരിക്കുന്ന കാര്യം അൻവർ അല്ല തീരുമാനിക്കേണ്ടതെന്നും അക്കാര്യം ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അതിന് സഹായകരമാകുമെങ്കിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. ഇനി അഥവാ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹൈക്കോടതി. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും തീർപ്പാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ നിരുപാധികമായുള്ള മാപ്പപേക്ഷ കോടതിയിൽ നൽകിയതോടെയാണ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അവസാനിപ്പിച്ചത്. ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോടതി പോയില്ലെങ്കിലും ഇനിമേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് കർശന താക്കീതാണ് നൽകിയത്. ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജാമ്യം കിട്ടിയിട്ടും വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ കഴിയുന്ന സഹതടവുകാരെ സഹായിക്കാനാണ് താൻ ജയിലിൽ തുടർന്നതെന്നാണ് ബോബി അപ്പോൾ പ്രതികരിച്ചത്. അതേസമയം ജയിൽ പരിസരത്ത് മാലപ്പടക്കം പൊട്ടിക്കാനൊരുങ്ങിയ മെൻസ് അസോസിയേഷൻ അംഗങ്ങളെ പോലീസ് തടഞ്ഞു. ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്നതിനെതിരെ കോടതി നടപടിയെടുക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് തിടുക്കത്തിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യവ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങിയത്. ചെറിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സഹതടവുകാരെ സഹായിക്കാനായി ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂവെന്ന് ബോബി പ്രതികരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്. 10-26 കേസുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകൾ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്നുള്ള നീക്കങ്ങൾ ഉണ്ടായതിനാൽ ആരും എത്തിയില്ല. വൈകി വന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ മാലപ്പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. പടക്കം പൊട്ടിച്ചിട്ടേ പോകൂ എന്ന് അസോസിയേഷൻ അംഗങ്ങൾ നിലപാടെടുത്തു. പടക്കം പൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാ, പൊട്ടിച്ചോളെ. ഈ പോലീസുകാരെ പൊതുയിടത്ത് മുൻകരുതലുകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ സാധിക്കില്ലെന്ന് പോലീസും വ്യക്തമാക്കി. ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? ഒടുവിൽ മാലപ്പടക്കം പോലീസ് പിടിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവത്തിൽ കേസെടുക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്ന നിഗമനത്തിൽ കോടതിക്ക് എത്തേണ്ടി വരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഭാര്യ സുലോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. സമാധി തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകി. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജി പരിഗണിക്കുന്നത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആത്മഹത്യയും 3 അനുബന്ധ കേസുകളുമാണ് അന്വേഷിക്കുക. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും.
മുഖ്യമന്ത്രിയെ പടനായകനെന്ന് പുകഴ്ത്തി വീണ്ടും പാട്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഗാനം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകൾ ചേർന്ന് നാളെ ഈ ഗാനം ആലപിക്കും. പുറത്തിറങ്ങിയ വാഴ്ത്തുപാട്ട് ഇതിനോടകം പുതിയ വിവാദത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. കാരണഭൂതനെന്ന വിവാദ തിരുവാതിരയ്ക്ക് ശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനമെത്തുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയത്. വിപ്ലവത്തിൻ പാതയിൽ ജയിലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായും പാടവും പറമ്പും കേരവുമൊക്കെ പടക്കളമെന്നും ഫീനിക്സ് പക്ഷി കണക്കെ ചെങ്കുടി പേറിയ ഒരാളല്ലാമെന്നുമാണ് കാവലാളെന്ന് തലക്കെട്ടോടുകൂടിയുള്ള വാഴ്ത്തുപാട്ടിലെ വർണ്ണനകൾ എത്തി നിൽക്കുന്നത്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കൊടി പ്രഭയിലൂടെ മാനവർക്ക് മാതൃക. നിലവിൽ പുറത്തുവന്ന വാഴ്ത്തുപാട്ടിന് പിന്നിൽ സംഘടനയിലെ ചേരിപ്പോരെന്നാണ് അണിയറ സംസാരം. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിലവിലെ ഭരണസമിതിയുടെ തലപ്പത്തുള്ള പി ഹണിക്കാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ. ഈ പിന്തുണ ഉറപ്പിക്കാനാണ് സംഘടനാ നേതൃത്വം ഗാനം തയ്യാറാക്കിയത്. ഈ ഗാനം ആലപിച്ച് മുഖ്യമന്ത്രിയുടെ പ്രീതി വീണ്ടും പിടിച്ചുപറ്റാനാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്നാണ് സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള അടക്കം പറച്ചിൽ. അതേസമയം ഇന്നലെ ഹൈക്കോടതിയുടെ വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതും ഇതേ സംഘടനയുടെ ഭരണസമിതി തന്നെ. വിവാദമായിട്ടും കട്ടൗട്ട് നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും സംഘടനാ നേതൃത്വം തയ്യാറായില്ല. ഒടുവിൽ നഗരസഭാ ജീവനക്കാരെത്തി ഫ്ലെക്സ് കീറി മുഖ്യമന്ത്രിയുടെ കട്ടൗട്ട് എടുത്തുമാറ്റുകയായിരുന്നു. എന്തായാലും നാളെ നടക്കുന്ന ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാഴ്ത്തുപാട്ട് ഉയർന്നു കേൾക്കുമോ എന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തന്നെ സ്തുതിക്കുന്ന വാഴ്ത്തുപാട്ടിനെ തള്ളാതെ മുഖ്യമന്ത്രി. വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്ന ആളല്ല താൻ. തന്നെ വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ലേശം പുകഴ്ത്തുന്നതിൽ അസ്വസ്ഥതയുണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ഞാൻ ആ പാട്ടെന്താണെന്ന് കേട്ടില്ല. ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്കുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. രാജഭരണം പോലെയാണ് പിണറായിയുടെ ഭരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദൂഷകന്മാരുടെ സ്തുതികൾ കേട്ടിരിക്കുന്ന രാജാവിനെ പോലെയാണ് പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവര് മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത്, പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അത് ആടുകയാണ്. നാവിക പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന ചുവടുവയ്പ്. INS സൂററ്റ്, INS നീൽഗിരി, INS വാഗ്ഷീർ എന്നീ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. സമുദ്ര സുരക്ഷ, നാവിക പ്രതിരോധ നിർമ്മാണ മേഖലകളിൽ രാജ്യത്തിന്റെ നേതൃത്വം ഉറപ്പിക്കുന്ന നേട്ടമാണ് ഇന്ത്യ ഇതോടെ കൈവരിക്കുന്നത്. മുംബൈയിലെ നാവികസേനാ യാർഡിലായിരുന്നു കമ്മീഷനിംഗ് ചടങ്ങുകൾ. പ്രതിരോധ നിർമ്മാണങ്ങളിലും സമുദ്ര സുരക്ഷയിലും ആഗോള നേതൃത്വത്തിലേക്ക് എത്താനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് പുതിയ കപ്പലുകളുടെ കമ്മീഷനിംഗ്. ഇന്ത്യ എപ്പോഴും തുറന്ന, സുരക്ഷിതമായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പുരോഗമനപരമായ ഒരു ഇന്തോ പസഫിക് മേഖലയ്ക്കാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മിസൈൽ വേദ, യുദ്ധ, മുങ്ങിക്കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 3 കപ്പലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. आज भारत की समुद्री विरासत, नेवी के गौरवशाली इतिहास और आत्मनिर्भर भारत अभियान के लिए भी बहुत बड़ा दिन है. P-15B ഗൈഡഡ് മിസൈൽ വേദ പദ്ധതിയിൽപ്പെടുന്ന അവസാനത്തെയും 4ാമത്തെയും കപ്പലാണ് INS സൂറത്ത്. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പലാണിതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 75% തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പലാണിത്. ആയുധ സെൻസർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. P-17A സ്റ്റീൽത്ത് ഫ്രിഗേറ്റ് പ്രൊജക്ടിന്റെ ആദ്യ കപ്പലാണ് INS നീലഗിരി. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും കടൽ സുരക്ഷ, ചാരവൃത്തിയടക്കം നിരവധി പുതുതലമുറ സവിശേഷതകളുള്ള കരുത്തുറ്റ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ. INS വാഗീശ്വർ P-75 മുങ്ങിക്കപ്പൽ പദ്ധതിയിലെ 6ാമത്തെയും അവസാനത്തേതുമായ കപ്പലാണ്. മുങ്ങിക്കപ്പൽ നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ വളർന്നുവരുന്ന വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന കപ്പലാണിത്. ഫ്രാൻസിലെ നാവിക സംഘവുമായി ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മഹാരാഷ്ട്ര ഗവർണർ CB രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയവരും കര, നാവിക, വ്യോമസേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
മുനമ്പം വഖഫ് വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം ഘട്ട ഹിയറിംഗ് ചർച്ചയിലും പ്രശ്നപരിഹാരമായില്ല. എറണാകുളം കലക്ടറേറ്റിൽ നടന്ന ഹിയറിംഗിൽ വഖഫ് ബോർഡ് പ്രതിനിധികളും മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രതിനിധികളും വഖഫ് സംരക്ഷണ സമിതി അംഗങ്ങളും പങ്കെടുത്തു. ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടന്നത്. മൂന്നാം ഘട്ട ചർച്ച ഈ മാസം 23-ന് നടക്കും. മുനമ്പം വഖഫ് വിഷയത്തിൽ നടന്ന രണ്ടാം ഘട്ട ഹിയറിംഗും പ്രശ്നപരിഹാരത്തിനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്താതെ പിരിഞ്ഞു. ആദ്യഘട്ട ഹിയറിംഗിലെടുത്ത അതേ നിലപാടിൽ നിന്നും പിന്മാറാതെ നിൽക്കുകയാണ് വഖഫ് സംരക്ഷണ സമിതിയും ഫറൂഖ് കോളേജും. ഭൂമി ദാനമായി കിട്ടിയതാണെന്നും കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഭൂമി ക്രയവിക്രയം നടത്താമെന്നുമായിരുന്നു കരാറിൽ ഉണ്ടായിരുന്നതെന്ന് ഫറൂഖ് കോളേജ് അഭിഭാഷകർ ചർച്ചയിൽ വ്യക്തമാക്കി. ഭൂമി വിറ്റ പണം വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്നും ഇവർ ചർച്ചയിൽ പറഞ്ഞു. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്നും കുടിയേറി പാർത്തവരെ ഒഴിപ്പിക്കണമെന്നുമാണ് വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട്. അതുകൊണ്ട് ആരെങ്കിലും കൈകയറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ഇത് ഒക്കുഭൂമിയായിട്ട്, ഒക്കുമെന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ ഭാഗത്ത് നൽകുന്നതാണ്, അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി. അത് ഓരോരുത്തർ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് വീതിച്ചു കൊടുത്താൽ അത് സൃഷ്ടാവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷാർഹമാണ്. 260ഓളം ഏക്കർ ഭൂമി കടൽ കൊണ്ടുപോയെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ വാദം തെറ്റാണെന്നും സർക്കാർ അടിയന്തരമായി ഡിജിറ്റൽ സർവേ നടത്തണമെന്നും വഖഫ് സംരക്ഷണ സമിതി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് കഴിയില്ല എന്ന് ചെയർമാൻ CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. പലരും പല വാദഗതികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ തൽക്കാലം ഞാനൊരു അഭിപ്രായമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇനി എല്ലാവരും കേട്ട് കഴിഞ്ഞ് വേണം എൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിന് കൊടുക്കാൻ. ഈ മാസം 23-ന് മൂന്നാം ഘട്ട ഹിയറിംഗും നടക്കും. ഫെബ്രുവരി അവസാനം കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലപാട് മയപ്പെടുത്തി സമസ്ത നേതാക്കൾ. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചുവെന്ന് കരുതേണ്ട എന്ന ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ലീഗ് വിരുദ്ധ നേതാക്കളുടെ മനംമാറ്റം. സമസ്തയ്ക്കും ലീഗിനുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുൻകൈയെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ചർച്ച നടത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ലീഗ് നേതാക്കൾ അവകാശപ്പെട്ടുവെങ്കിലും യോഗത്തിലെ ധാരണ പ്രകാരം പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ സമസ്ത നേതാക്കൾ തയ്യാറായിരുന്നില്ല. മാപ്പ് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമെന്നായിരുന്നു ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവരുടെ ഇതുവരെയുള്ള പ്രതികരണം. പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് സൂചന നൽകി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു. അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ഇതിന് പിന്നാലെയാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സാദിഖ് അലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ നിർദ്ദേശം കൂടി അംഗീകരിച്ചാണ് തീരുമാനം. സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടർന്നു വരികയാണ്. സംഘടനയ്ക്കകത്തും സമുദായത്തിനകത്തും അനുരഞ്ജനവും ഒരുമയും അനിവാര്യമാണെന്നതുകൊണ്ട് സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും സമസ്ത നേതാക്കളുടെ നിലപാട് മാറ്റം താൽക്കാലിക വെടിനിർത്തലായി കണക്കാക്കാം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഡെന്റൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സാങ്കേതിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി. പ്രോസ്റ്റോഡോണ്ടിക്സ് വിഭാഗത്തിൽ ഡിജിറ്റൽ ഡെന്റിസ്ട്രി സെന്റർ പ്രവർത്തനം തുടങ്ങിയതോടെ നൂതനമായ സാങ്കേതിക വിദ്യകളോട് കൂടിയ ചികിത്സ ഇവിടെ സാധ്യമാകും. ക്വാഡ്കാം ലബോറട്ടറിയോടൊപ്പം 3D പ്രിന്റിംഗും എക്സ്റ്റൻഡഡ് റിയാലിറ്റിയും പ്രയോജനപ്പെടുത്തുന്ന ഈ നൂതന പരിശീലന കേന്ദ്രം ഡെന്റൽ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്ത് ആദ്യത്തേതാണ്. ദന്ത പ്രോസസ്സുകളുടെ നിർമ്മാണത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ കൃത്യതയും വേഗതയും, അതിലൂടെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുകയാണ് അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി. ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പുതിയ പഠനാവസരങ്ങളാണ് ഡിജിറ്റൽ ഡെന്റിസ്ട്രി സെന്ററിലൂടെ ഒരുങ്ങുന്നത്. ഡെന്റൽ കോസ്മെറ്റിക് ചികിത്സയിലും ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള ദന്ത പുനഃസ്ഥാപനത്തിലും കൂടുതൽ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ അതിനൂതന CAD/CAM സാങ്കേതികവിദ്യയിലൂടെ സാധിക്കും. കൊച്ചി അമൃത ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലറും PSC മുൻ ചെയർമാനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാവണം ലക്ഷ്യമെന്നും ആധുനിക സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക്
രോഗിയും ഡോക്ടറുമായുള്ള ബന്ധം ഉയരണമെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. Man should not be replaced by machine, and machine can be used only as a tool, but a student of medicine should go beyond the scope and limit of machines, and when he touch a patient, you feel that you are touching the entire universe. As Amma touches me, I know that I am touching the entire world. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി പ്രിൻസിപ്പൽ ഡോക്ടർ ബാലഗോപാൽ വർമ്മ, ഇന്ത്യൻ പ്രോസ്തോഡോണ്ടിക് സൊസൈറ്റി കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ രൂപേഷ് എൽ, ഡോക്ടർ നാരായൺ ഉണ്ണി, ഡോക്ടർ രാകേഷ്, ഡോക്ടർ മഞ്ജു, ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ, ഡോക്ടർ പ്രമോദ് സുഭാഷ്, ഡോക്ടർ മഹേഷ് കെ, ഡോക്ടർ M ശിവശങ്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ അമൃതോത്സവം 2025 മുന്നോടിയായി വേദിയുടെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. പ്രത്യേക പൂജയോടെ ആരംഭിച്ച ചടങ്ങിന് മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബ്രഹ്മചാരി ധ്യേയാമൃത ചൈതന്യയും അമ്മയുടെ ഭക്തരും പങ്കെടുത്തു. അമ്മയുടെ ദക്ഷിണേന്ത്യൻ പര്യടന പരിപാടിയായ അമൃതോത്സവം 2025 ഭാഗമായാണ് തിരുവനന്തപുരത്ത് കാൽനാട്ടുകർമ്മം നടത്തിയത്. നാഗർകോവിൽ, മധുര, ചെന്നൈ, കാരൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി സന്ദർശനം നടത്തും. ഫെബ്രുവരി 11 ആരംഭിക്കുന്ന പര്യടനം 23 കോയമ്പത്തൂരിൽ അവസാനിക്കും. ഫെബ്രുവരി 8, 9 തീയതികളിലായാണ് അമ്മയുടെ തിരുവനന്തപുരം സന്ദർശനം. മഹാകുംഭമേളയുടെ ചരിത്ര സാക്ഷികളാകാൻ ഭക്തകോടികൾ പ്രയാഗ്രാജിലേക്ക്. 144 വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേളയിൽ മകരസംക്രാന്തി ദിനമായ ഇന്നലെ മാത്രം സ്നാനം ചെയ്തത് 3.5 കോടിയിലേറെ ഭക്തരാണ്. സനാതനധർമ്മത്തിന്റെ ഉദ്ഘോഷമാണ് മഹാകുംഭമേള. ഗംഗയും യമുനയും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന സരസ്വതി നദിയും സംഗമിക്കുന്ന പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള സംഘടിപ്പിക്കുന്നത്. ശംഖനാദങ്ങളാലും മന്ത്രങ്ങളാലും മുഖരിതമാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേളയാണ് നടക്കുന്നത്. 11 പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോൾ 12ാമത്തെ പൂർണ്ണ കുംഭമേളയെയാണ് മഹാകുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്നത്. ജന്മപുണ്യമായാണ് ഓരോ ഭക്തരും അമൃത് സ്നാനത്തെ കാണുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി കോടിക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുന്നത്. संगम के जल में डुबकी लगाकर कि मैंने क्या किया मेरे पुराने जन्म में, जिसकी वजह से मेरे को ऐसे पुण्य मिला कि इसी जन्म में ये अवसर मिला. मुझे याद नहीं है पुराने जन्म में क्या किया होगा, लेकिन मैं सोच रही थी कि कुछ इतना बढ़िया कर्म जरूर किया होगा जिसकी वजह से इसी जन्म में भगवान ने मेरे को अमेरिका से ही कैलिफोर्निया से ही उठा के. അഘോരികൾക്കും സന്യാസി പരമ്പരകൾക്കുമാണ് മഹാകുംഭമേളയുടെ ചുമതല. 7 സന്യാസി അഘോരികളും 3 വൈരാഗ്യ അഘോരികളും 3 ഉദാസി അഘോരികളും അടങ്ങുന്ന 13 അഖാഡകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശന്മാരുടെ നേതൃത്വത്തിൽ ഈ ചുമതല നിർവഹിക്കപ്പെടുന്നു. പൗഷപൂർണിമയിലെ പുണ്യസ്നാനം ഏറ്റവും പുരാതന അഖാഡയായ ജൂന അഖാഡയിലെ സന്യാസിമാരാണ് ആദ്യം നിർവഹിക്കുക. തുടർന്ന് ഓരോ ദിവസവും ഓരോ അഘോരികളുടെ നേതൃത്വത്തിൽ പുണ്യസ്നാന ചടങ്ങുകൾ. ഇതിനായി പ്രയാഗ്രാജിൽ 15 കിലോമീറ്റർ നീളത്തിൽ നിരവധി സ്നാനഘാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജനുവരി 29 മൗനി അമാവാസി, ഫെബ്രുവരി 3 വസന്തപഞ്ചമി, 12 മാഘപൗർണിമ, 26 മഹാശിവരാത്രി എന്നീ ദിവസങ്ങളിലാണ് ഇനി പ്രധാന സ്നാനങ്ങൾ. ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടനുബന്ധിച്ച് സമാപിക്കുന്ന മഹാകുംഭമേളയിൽ 35 കോടി ഭക്തർ പ്രയാഗ്രാജ് സന്ദർശിക്കുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അയർലൻഡിനെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് കൂറ്റൻ വിജയം. 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസ് എടുത്ത ഇന്ത്യ എതിരാളികളെ 131 റൺസിന് പുറത്താക്കി. ഇന്ത്യൻ വനിതാ ടീമിന്റെ എക്കാലത്തെയും ഉയർന്ന ഏകദിന സ്കോറാണിത്. 304 റൺസ് വിജയം ഇന്ത്യൻ വനിതകൾ നേടുന്ന ഏറ്റവും വലിയ വിജയ മാർജിനാണിത്. ലോക വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ 4ാമത്തെ ഉയർന്ന ഏകദിന സ്കോറാണ് ഇന്ത്യ നേടിയത്. സ്മൃതിയും യുവ ഓപ്പണർ പ്രതിക റാവലും ഒരുമിച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ തന്നെ 233 റൺസ് പിറന്നു. ഇരുവരും സെഞ്ചുറി നേടി. ഇന്ത്യൻ വനിതകളുടെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ഏകദിന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണിത്. പ്രതീക 129 പന്തിൽ 20 ഫോറും 1 സിക്സും ഉൾപ്പെടെ 154 റൺസ് എടുത്തു.
ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.